ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പം നമ്മളിങ്ങനെ ഓരോ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ വ്യൂ ആണ് കിട്ടണേ. കട്ടിംഗ് ബോർഡ് ഷട്ടിൽ ബാറ്റ് ആക്കി കുത്തബ് മീനാർ പോലെ ഇരിക്കുന്ന എൻ്റെ ഗീ റോസ്റ്റ്. അപ്പം അത് ഒരു ചേഞ്ച് ആണ്. നമ്മളെങ്ങോട്ടാ പോണേ? ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടാക്കസ് ട്രൈൻ. ഇന്നിവിടെ സമയം 10:30 നമ്മൾ നാളെ വെളുപ്പിന് നമ്മൾ വേളാങ്കണ്ണിക്ക് പോവും. അപ്പോൾ നമുക്ക് അവിടെ നിന്നാണ് ബസ്, അമ്മൂട്ടിയിൽ നിന്ന് കരയാമറമ്പത്തുനിന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ അമ്മച്ചീനെ അവിടെ പിക്ക് ചെയ്ത് ചമ്മനൂർക്ക് പിക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ എന്നിട്ട് കരയാമറമ്പത്ത് പോയിട്ട് നമുക്ക് 3 മണിക്ക് ബസ്. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും വെൽക്കം ടു വേളാങ്കണ്ണി വ്ളോഗ്. 12 മണിയായപ്പോ ഒരുക്കി ഒലുത്തി എടുക്കണം. 4 മണിക്കൂർ വണ്ടി കിടക്കില്ലേ? വഴി കിടക്കാൻ വണ്ടി കിടക്കില്ലേ? വണ്ടി കിടക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞു ശരിയായിട്ടോ. ഞാൻ എവിടെയും കിടക്കൂട്ടോ. 3 മണിയാണ്. ഞങ്ങൾ എല്ലാവരും ഉറങ്ങി എണീറ്റ് ഇനി എല്ലാവരും റെഡിയായിട്ട് പോവാണ്. ഇറങ്ങാൻ പോവാണ്. ഇതിനകത്താണ് നമ്മള് വേളാങ്കണ്ണിക്ക് പോവാൻ പോണേ. നമ്മളെങ്ങോട്ടാ പോണേ? ഞങ്ങൾ വേളാങ്കണ്ണിക്ക് പോവാണ്. ഇപ്പൊ എല്ലാവരും റെഡിയായി സെറ്റായി ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് കുള്ള അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ആണെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സമയം 8:30 3 മണിക്ക് നമ്മൾ കയറിയത്. 3 മണിക്ക് കയറിയപ്പോൾ തൊട്ട് 8:30 വരെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം. ഇതാണ് നമ്മുടെ വണ്ടി. ഇതിനകത്ത് നമ്മൾ വന്നത് 17 സീറ്ററാണ്. നമ്മൾ 14 പേരുണ്ട്. അങ്ങനെ ഇനി നമുക്ക് അപ്പോൾ നമ്മളിവിടെ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറാൻ പോണത് ഹോട്ടൽ അപൂർവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടൽ. അപ്പോൾ നമുക്ക് അതിനകത്ത് പോയിട്ട് എന്താ ഉള്ള എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഇച്ചിരി ലേറ്റായിപ്പോയി. കേരളത്തിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാം ഒരു തമിഴ് ടച്ചാണ്. എല്ലായിടത്തും തമിഴിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ സംസാരിക്കുന്നതൊക്കെ തമിഴിലാണ്. അപ്പം അത് ഒരു ചേഞ്ചാണ്. പിന്നെ നമ്മളെല്ലാം ഇവിടെ എല്ലാം ടേബിളിൻ്റെ താഴെയായിട്ടും ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ തന്നെ അവിടെ തന്നെ കളയാം. നമ്മൾ ഓൾറെഡി വന്നപ്പോഴേക്കും സ്ഥലമൊക്കെ ഫിൽ ആയി. എല്ലാവരും ഇവിടെ ഇരുന്നു. എവിടെ ഇരിക്കണേ? ഞാൻ ഓർഡർ ചെയ്തത് ഗീ റോസ്റ്റാണ്. എനിക്ക് ഇങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഗീ റോസ്റ്റ് ഇങ്ങനെയാണല്ലോ കൊണ്ടുവരണേ. അപ്പോൾ ഇവർ ഇലയിലാണ് ഫുഡ് സെർവ് ചെയ്യണേ. ഷാരോണും പപ്പയും ഓർഡർ ചെയ്തത് 2 മസാല ദോശയാണ്. വീഡിയോ എടുത്തോണ്ടിരിക്കാം. മൈക്ക് ഓണാ. ഹലോ. അച്ഛൻ ഇഡ്ഡലി ഓർഡർ ചെയ്തു. മറ്റേ ചേട്ടൻ പൊങ്കൽ ഓർഡർ ചെയ്തു. ഞാൻ പൊങ്കൽ ട്രൈ ചെയ്ത് നോക്കി. നല്ലതാ, ടേസ്റ്റ് ഉണ്ട്. വന്നപ്പോഴേക്കും നമുക്ക് എല്ലാവർക്കും വട വന്നു. നമുക്ക് വട ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാ ചട്നി ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി എക്സ്ട്രാ ചട്നി വേണമെന്ന് പറയണ്ടാവും. എൻ്റെ മുകളിലേക്ക് സാമ്പാർ ഒഴിച്ചിട്ടാണ് കഴിക്കണം. സെറ്റ് ചമ്മന്തിയും കൂടെ ഒരുമിച്ച് ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇങ്ങനെ കുഴച്ചാൽ കഴിക്കണമെങ്കിൽ പപ്പ സെപ്പറേറ്റ് ആയിട്ട് എടുത്താണ് കഴിക്കണേ. ഷാരോണിൻ്റെ മസാല ദോശ വന്നു. ഇവിടെ ഇഷ്ടപ്പെട്ടോ? വട നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട. അപ്പം എൻ്റെ ഗീ റോസ്റ്റ് ഇവിടെ വന്നു. കുത്തബ് മീനാർ പോലെ ഇരിക്കുന്ന എൻ്റെ ഗീ റോസ്റ്റ്. പപ്പയ്ക്ക് സ്ലീപ്പായി കിടക്കണ ഗീ റോസ്റ്റാണ്. പപ്പ ഓർഡർ ചെയ്ത് മസാല ദോശയാണ്. അവിടുത്തെ ഫുഡ് എന്തായാലും നല്ല അടിപൊളി ഫുഡായിരുന്നു. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വരെ പറയായിരുന്നു നമ്മൾ ആദ്യം പോയ റെസ്റ്റോറൻറ്റിലെ ഫുഡ് അത്രയും നൈസായിരുന്നു.
ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പൊ തന്നെ എന്തോ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. കഞ്ഞി കുടിക്കാൻ പാത്രം വേണം. ആ ഇതാണ് കാരണം ഞാനും മമ്മിയും മറ്റേ മണ്ണിന്റെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഭയങ്കര വെയിറ്റ് ആയിരുന്നു. ചേട്ടാ ഹൗ മച്ച്? ഞങ്ങളുടെ വീട്ടിലുണ്ട് ചെറിയ കട്ടിംഗ് ബോർഡ്. എന്റെ പൊന്നിന്റെ വലിയ കട്ടിംഗ് ബോർഡ് ഇഷ്ടമല്ല. കട്ടിംഗ് ബോർഡ് ഷട്ടിൽ ബാറ്റ് ആക്കി. അതിന്റെ അങ്ങനെ തന്നെ മരത്തിന്റെ പാത്രം സംഭവം നല്ല രസമുണ്ട്. പക്ഷെ ഇച്ചിരി കത്തിയാണോ എന്നൊരു ഡൗട്ട്. എന്തോ ഒരു എവിടെ പോണേ ആനിമൽ പാർക്ക് കണ്ടോ? എഴുതി വെച്ചാലോ ബേർഡ്സ് ആനിമൽ പാർക്ക്. നമ്മളത് കാണാൻ വേണ്ടി പോവാണ്. എന്താണെന്ന് അറിയാൻ പാടില്ല. ഞാൻ അപ്പനെയും വലിച്ചോണ്ടാ പോണത്. എന്തെങ്കിലും കാണാനുണ്ടായാൽ മതി. നമ്മൾ വിചാരിച്ചു ഭയങ്കര അടിപൊളി സാധനങ്ങളുണ്ട്. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ എല്ലാം മറ്റേ ഡ്യൂപ്ലി സാധനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കണേ. ആ ജീവനുള്ളതുണ്ട് കേട്ടോ. പാരറ്റ് അല്ലേ ഇത്? വലിയ ജീവി നിങ്ങളെ കാത്തു നിൽക്കുന്നു. വേഗം പോരാ. മമ്മി ഇതൊക്കെ കണ്ടന്റാണ്. മമ്മി ഓടണേ കുഴി വീണ. ഹലോ ദിൽഷ കളിക്കണേന്റെ ഉള്ളിക്കോടെ ഒരേ പ്രായത്തിൽ പപ്പയും ദിലു. പപ്പ തുടക്കം കുറിച്ച് മുന്നോടിയായിട്ട് അമ്മച്ചിയും ആന്റിയും കേറാൻ പോവാണ്. പേടിക്കണ്ട വീണാലും താഴെ കിടക്കും. വീണു അയ്യോ വീണു അയ്യോ വീണു. എങ്ങനെയുണ്ട്? ഇതിനെന്താണ് കമന്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? അതെ പോവാണ്. കർത്താവേ ഞാനിതാ വരുന്നേ. നമ്മളിതേ അവിടെ നിന്ന് വയറ് നിറച്ച് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിയിട്ട് നമ്മളിതേ അവിടെ നിന്ന് നേരെ പോണത് നമ്മളൊരു തഞ്ചാവൂർ ക്ഷേത്രം കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങോട്ടേക്കുള്ള വഴിയിലാണ് നമ്മൾ പാട്ടൊക്കെ വെച്ച് നല്ല ചില്ലായിട്ടാണ് പോയത്. ഇനി എവിടെയെങ്കിലുമൊക്കെ നിർത്തി ഒരു റീൽ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നടക്കുമെന്ന് അറിയാൻ പാടില്ല. നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ട്രിപ്പായിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് എങ്ങോട്ടെങ്കിലും പോകണം എന്നുള്ളത്. അതെന്തായാലും ഇപ്പോഴാണ് നടന്നത്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൈ പൊക്കണം. പടപടപടേന്ന് ആൻസർ പറയരുത്, കൈ പൊക്കണം. കുമ്പോൾ കൂടെ നിൽക്കും അതെന്ത്? എനിക്ക് എന്റെ ഷാരോടുണ്ടാവുള്ളൂ. നമ്മളെല്ലാവരും ഒരേ വൈബ് ആയതുകൊണ്ട് തന്നെ ഞാൻ റീൽ എടുക്കാന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും സമ്മതിച്ചിട്ടാവും. നമ്മൾ എന്നിട്ട് ഏതോ ഒരു റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഒരു റീലൊക്കെ എടുത്ത് അത് നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവൂലോ. അധികം വെയിലാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ വണ്ടിയിൽ കുറച്ച് സ്നാക്സും സംഭവങ്ങളൊക്കെ കഴിച്ചായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വിശന്നില്ല. ഇപ്പോൾ 1 o'clock ആയി. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ കയറിക്കൊണ്ടിരിക്കാം. ഇതില്ല നമ്മൾ കയറാൻ പോണത് നിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ബിരിയാണി, ചൈനീസ്, ബാർബിക്യൂ, സൗത്ത് ഇന്ത്യൻ മീൽസ് ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അടുത്തത് സ്പെഷ്യൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെഡ്ഡിങ് ബിരിയാണിയാണ്, കല്യാണ ബിരിയാണി. ഇത് എഴുതി വെച്ചാണ്. ഹോട്ടലിലൊക്കെ കയറി ഇവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പറയണേ ടോയ്ലറ്റൊക്കെ പുറത്താണെന്ന്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൊള്ളാലോ, ബക്കറ്റിലുള്ള ബിരിയാണി. അതെ, ഹാർട്ടിന്റെ ഷേപ്പിലുള്ള പപ്പടം. ആ അവിടെ പാക്കും കൽക്കണ്ടവും ജീരക മിഠായി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ട്രെയിറ്റ് പോണത് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക്. അയ്യോ ഇപ്പൊ വീണേനെ. തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്കാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് വേളാങ്കണ്ണി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മളിത് നമ്മുടെ വണ്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മളിവിടെ ഒരു കല്യാണ വണ്ടിയാന്ന് തോന്നുന്നു. ഒരു ഫ്ലവർ ബൊക്കെയൊക്കെ ഇരിപ്പുണ്ട്. ഇതാണ് തഞ്ചാവൂർ ക്ഷേത്രം. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അവരെല്ലാവരും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി ഭയങ്കര വെയില്. ഞാനപ്പോൾ ട്രൈപോഡൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫോട്ടോ ഞാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാമല്ലോ. എൻ്റെ ബാക്കിൽ കാണുന്നതാണ് തഞ്ചാവൂർ ക്ഷേത്രം ടെമ്പിൾ. അപ്പോൾ ഈ ടെമ്പിളിന് കുറേ പ്രത്യേകതകളുണ്ട്. ഞാൻ നടന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഇത് വൺ ഓഫ് ദി ടോളസ്റ്റ് ടെമ്പിൾസ് ഇൻ ഇന്ത്യയാണ്. ഇതിനകത്ത് ബിൽഡ് ചെയ്തതെല്ലാം എന്താ പറയുക, ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ബിൽഡ് ചെയ്തത്. അതിനകത്ത് സിമെൻറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു ബുള്ളിനെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിംഗിൾ സ്റ്റോൺ വെച്ചിട്ടാണ് അവർ അത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ആ ബുള്ളിനെയും ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ടെമ്പിളിൻ്റെ ശരിക്കുള്ള നമ്മളങ്ങോട്ട് കയറാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മുടെ ഷൂസൊന്നും നമുക്ക് അങ്ങോട്ടേക്ക് അലൗഡ് അല്ല. അപ്പോൾ നമ്മളിവിടെ ഷൂസ് എല്ലാം നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മോൾ ഫീയും കൂടെ ഉണ്ട്. ഒരു ചപ്പലിന് 1 രൂപ വെച്ചിട്ടും എന്തെങ്കിലും ബാഗ് ഉണ്ടെങ്കിൽ 20 റുപ്പീസ് വെച്ചിട്ടുമാണ് അതിൻ്റെ ചാർജ് വരണേ. നമ്മൾ കയറി വരുമ്പോഴുള്ള ഒരു എൻട്രൻസ് അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ മറ്റേ ഇങ്ങനെ കയറി വന്നിട്ടാണ് നമ്മൾ അതിൻ്റെ എല്ലാ ഇതൊക്കെ കാണണത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിൾ. ഞാൻ ഇന്നേ വരെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടെമ്പിൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളിങ്ങനെ ഓരോ എൻട്രൻസിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ വ്യൂ ആണ് കിട്ടണേ. ഇവിടെ വന്നിട്ട് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറയുക, ഭയങ്കര വെയിലാണ്. അല്ലെങ്കിൽ നിങ്ങൾ രാത്രി വരണം. രാത്രി വ്യൂ ഒക്കെ ചുമ്മാ പൊളിയാണ്. ഞാൻ ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിയപ്പോൾ കണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ആ ടൈം നമ്മൾ ഓർഗനൈസ് ചെയ്ത രീതി അനുസരിച്ച് നമുക്ക് ഡേ ടൈം ആയിരുന്നു പറ്റുള്ളൂ. പക്ഷേ ഈ ഉച്ച നേരം ആയതുകൊണ്ട് നമുക്കിവിടെ ചെരുപ്പിട്ടുകൊണ്ട് അകത്ത് നടക്കാൻ പാടില്ല. ഇതിൻ്റെ അകത്ത് ഇവിടെ ഫ്ലോറൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കാലിൽ ചവിട്ടി അങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കാനോ അതിനൊക്കെ ഭയങ്കര പാടാണ്. ആ ഒരു പോർഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും ഒരു കൗണ്ട് ചെയ്യാൻ പറ്റുന്നേക്കാളും കൂടുതൽ എന്താ പറയുക, അൺകൗണ്ടബിൾ ആയിട്ടുള്ള കുറേ സ്റ്റാച്യൂസ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മസ്റ്റ് വിസിറ്റ്. പിന്നെ അതുമല്ലാണ്ട് 1000 വർഷങ്ങൾക്ക് പഴക്കം ഉണ്ടെങ്കിൽ പോലും ഇവിടെ ആൾക്കാർ വന്നതും എന്താ പറയുക, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അതിനുള്ള ആൾക്കാർ മാത്രമല്ല വരണം. ഇപ്പം നമ്മളെപ്പോലെ തന്നെ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാനും ഇതിൻ്റെ ഭംഗിയൊക്കെ എന്താ പറയുക, ആസ്വദിക്കാനൊക്കെ അത്രയും ആൾക്കാർ വരുന്നുണ്ട്. ഇവിടെ നമ്മളിപ്പോൾ ഓരോരോ ബ്രിക്കും സംഭവങ്ങളും വോളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഫുൾ പ്രയേഴ്സും ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരിവിടെ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. നമുക്കത് വായിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് അത് തമിഴിലാണ് എഴുതിയണേ. ബട്ട് സ്റ്റിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണത്. ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾ വേളാങ്കണ്ണിയോ അല്ലെങ്കിൽ ഒരു തമിഴ്നാട് ബേസ്ഡ് എങ്ങോട്ടെങ്കിലും ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഈ ഒരു ടെമ്പിൾ നിങ്ങളിപ്പോൾ കാണുന്നത് നമ്മുടെ AD 1010 നമ്മുടെ രാജരാജ ചോള നല്ല അടിപൊളി വർക്കാണ് ചെയ്ത് വെച്ചേടാ. ചുമ്മാ പൊളിയായിട്ടുണ്ട് എന്തായാലും. ആണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ബുള്ളിൻ്റെ ഒരു ക്ലോസ് വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി ശിവ എന്ന് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നു. ഇതാണ് ആ ഒരു ബുള്ള്. എൻ്റെ ഇതൊറ്റ കല്ലിലാണ് ഈ ഒരു ഹോൾ ബുള്ളിനെ ബിൽഡ് ചെയ്തതാണ്. അങ്ങുമ്മയാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കാരണം നമ്മളിവിടുന്ന് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അടുത്ത വാൾ കാണാൻ പറ്റും. നമ്മൾ കയറി വന്ന പോലെ തന്നെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമ്പോൾ അടുത്ത വാൾ കാണാൻ പറ്റും. അപ്പം അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ഇത് അത്യാവശ്യം തിരക്കുള്ളൊരു പ്ലേസും കൂടിയാണിത്. ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴേ ഇവിടെ ഇതിന്റെ ഉള്ളിൽ വെള്ളം ഒഴിക്കും. എന്നിട്ട് ഇതിനുള്ളിൽ മുതലുണ്ടോ, മുതല, എന്നിട്ട് അപ്പൊ അതുകൊണ്ട് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന്റെ ഉള്ളിൽ കൂടി അമ്പ് ചെയ്യും. അതിനാണ് ആ ഹോള് വെച്ചത്. മറ്റേ സിനിമയിലൊക്കെ കാണുന്ന പോലെ ക്ലിയർ ആയെന്ന് അറിയാൻ പാടില്ല. ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ മുതലുണ്ടാവും. ഇവിടെ ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത്, വാറൊക്കെ നടക്കുന്ന സമയത്ത്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ അമ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എത്രത്തോളം സത്യമാണെന്ന് നമുക്കറിയാൻ പാടില്ല. ബട്ട് ഇങ്ങനെയാണ് പറയണേ. അപ്പോൾ നമ്മുടെ തഞ്ചാവൂർ ക്ഷേത്രം വിസിറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് പോണത് വേളാങ്കണ്ണിക്കാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്ക് ഹിസ്റ്ററി. ബൈ ബൈ. അപ്പോൾ ഏറെക്കുറെ വൈകാണ്ട് തന്നെ ഞാൻ ആ വേളാങ്കണ്ണി വ്ലോഗായിട്ട് കാണാം കേട്ടോ.